സംഘടനാ സംവിധാനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പാറ്റാക്കൂട്ടത്തിൽ പൊട്ടിത്തെറി. അഭിജിത് ദീപ്കയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പാറ്റാക്കൂട്ടത്തിലെ 2 പേർ ജന്തർ മന്ദിറിലെ സമരത്തിൽ പങ്കെടുത്ത തങ്ങളെ ഒഴിവാക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മഹാരാഷ്ട്രയിൽ അഭിജിത് ദീപ്കയുടെ വസതിയിൽ ചേർന്ന കോർ കമ്മിറ്റിയിൽ CJPയുടെ ഭാവി പരിപാടികൾ സംബന്ധിച്ച തീരുമാനമെടുക്കുകയും സെപ്റ്റംബർ മുതൽ രാജ്യവ്യാപക പര്യടനം പ്രഖ്യാപിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾ എന്ത് പറയുന്നു എന്ന് കേൾക്കുന്നതിനായാണ് ഈ പര്യടനം. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമാറ്റം എന്നതാണ് CJP ഏറ്റെടുക്കാൻ പോകുന്ന വിഷയം. ജുഡീഷ്യറിക്കെതിരെയും CJP വിമർശനമുന്നയിച്ചു. സർക്കാരിനെ രക്ഷിക്കാനുള്ള കേസുകൾ അർദ്ധരാത്രിയും പരിഗണിക്കുമെന്നും ചില ജഡ്ജിമാർ നടത്തുന്ന പരാമർശങ്ങൾ പോലും തെറ്റാണെന്നും CJP ആരോപിച്ചു. മാധ്യമങ്ങളും സർക്കാരിന് വഴങ്ങി പ്രവർത്തിക്കുന്നു, ഇലക്ഷൻ കമ്മീഷന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, കമ്മീഷൻ വിശ്വാസം വീണ്ടെടുക്കണമെന്നും പറഞ്ഞ CJP അംഗത്വ വിതരണം തുടങ്ങാൻ തീരുമാനിച്ചു. സംഘടനാ വിപുലീകരണം പ്രഖ്യാപിച്ച CJPയെ പാർട്ടിയിലെ പൊട്ടിത്തെറി ഞെട്ടിച്ചിരിക്കുകയാണ്. आंदोलन देश का है, तो देश में जितने भी लोग हैं उन सबको इन करके एक डिसीजन लिया जाए. मेरा दोस्त है तो मैं इसको स्पोक्स पर्सन बना दूं, उसकी गर्लफ्रेंड है तो उसको स्पोक्स पर्सन बना दूं. ये सब चीजें नहीं होगी. देश में जिन लोगों ने लाठियां खाई ജന്തർ മന്ദറിലെ സമരത്തിൽ സജീവമായി പങ്കെടുത്തവരാണ് അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് രംഗത്ത് വന്നത്. ഒഴിവാക്കിയതിന് എന്താണ് കാരണമെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇവർ അഭിഷേക് ദീപ്കയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ജനം, ഡൽഹി.